നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി ധീര സൈനികർക്ക് ആദരമർപ്പിച്ചു. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലക്കർ പതാക ഉയർത്തി. വിവിധ സേനകൾ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചു. പരേഡുകൾ അണിനിരുന്നത് വ്യോമസേനയിൽ നിന്നുമുള്ള വികാസ് വസിഷ്ഠിന്റെ നേതൃത്വത്തിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളുടെ മന്ത്രിമാരും നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ആശംസകൾ നേർന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരും സുഹൃത്തുക്കളും പങ്കാളികളുമാണെന്ന് ചൈനീസ് പ്രസിഡന്റ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ആശങ്കകൾ പരിഹരിക്കണമെന്ന് ഷീ ജിൻപിങ്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പോലീസ് സേനകളെ പരിഷ്കരിക്കുന്നതിനായി നാഷണൽ പോലീസ് സർവീസ് രൂപീകരിക്കുന്നു. സംഘടിത കുറ്റകൃത്യങ്ങൾ മുതൽ തീവ്രവാദം, തട്ടിപ്പ്, ഓൺലൈൻ കുട്ടിപ്പീഡനം വരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ സംഘം അന്വേഷണം നടത്തും. ലോകോത്തരമായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ നാഷണൽ പോലീസ് സർവീസിനെ ഉപയോഗിക്കും. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്ക് തിരിച്ചടി നൽകിയ ബ്രിട്ടനിലേക്ക് താരിഫില്ലാതെ ഇറക്കുമതി ചെയ്യാവുന്ന വിദേശ സ്റ്റീലിന്റെ അളവ് കുറയ്ക്കാൻ സർക്കാർ നീക്കം. നടപടി ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ലോക വിപണിയിലേക്കുള്ള അമിത സ്റ്റീൽ ഇറക്കുമതിയും യുഎസിന്റെ താരിഫ് ഭീഷണിയും വർദ്ധിച്ച സാഹചര്യത്തിൽ ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നടപ്പാക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്, വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ എന്നിവർക്കെതിരെ വിമർശനവുമായി യുഎസ് സെനറ്ററുടെ ഓഡിയോ ടേപ്പ് പുറത്ത്. വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ടെക്സാസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ടെസ് ക്രോസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാവുന്നതായി പുതിയ സർവേ ഫലങ്ങൾ. പിന്തുണ കുറയുന്നത്. 2024 ട്രംപിനെ പിന്തുണച്ചിരുന്ന യുവാക്കൾ, വെള്ളക്കാരല്ലാത്തവർ, രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത വോട്ടർമാർ എന്നിവർക്കിടയിൽ. സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ജനപ്രീതി ഇടിയാൻ കാരണം വർദ്ധിച്ചു വരുന്ന ജീവിതത്തിലും സാമ്പത്തിക പ്രതിസന്ധിയും. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരരെ സൈന്യം പിടികൂടി. അതിർത്തി മേഖലകളിൽ സുരക്ഷാ വിന്യാസവും നിരീക്ഷണവും ശക്തമാക്കി. പാരാ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പിടികൂടിയ ഭീകരർ ജയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ. മേഖലയിൽ ശക്തമായ തിരിച്ചൽ തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികളുടെ പകർപ്പ് SIT EDക്ക് കൈമാറും. രേഖകൾ പരിശോധിച്ച ശേഷം ആവശ്യമായവ നാളെ ED ഉദ്യോഗസ്ഥർക്കും SITക്ക് കൈമാറും. രേഖകൾ EDക്ക് നൽകാതിരുന്നാൽ നിയമതർക്കമാകുമെന്നാണ് വിലയിരുത്തൽ. തർക്കം ഒഴിവാക്കാൻ തീരുമാനിച്ചതായി SIT മേധാവി H വെങ്കടേഷ്. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ യുദ്ധ സ്മാരകത്തിലെ ധീര സൈനികർക്ക് ആദരമർപ്പിച്ചു. പ്രതിരോധ മന്ത്രിക്കും സേനാ മേധാവികൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി എത്തിയത്. സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, വായുസേനാ മേധാവി AP സിംഗ് എന്നിവർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ആദരമർപ്പിക്കാനെത്തിയത്. തുടർന്ന് ഡിജിറ്റൽ ഡയറി റിപ്പബ്ലിക് ദിന സന്ദേശം എഴുതിയതിനു ശേഷം മോദി കർത്തവ്യ പദത്തിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കർത്തവ്യ പദത്തിലെത്തിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ചടങ്ങിലെ മുഖ്യ അതിഥികളായിരുന്നത്. നിലവിൽ പരേഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലടക്കം 30 ടാബ്ലോകളാണ് പരേഡിൽ അണിനിരുന്നത്. 100% ഡിജിറ്റൽ സാക്ഷരത നേടുമെന്നും കൊച്ചിൻ വാട്ടർ മെട്രോയുടെ പ്രമേയമായി നിശ്ചയ ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത്. അതേസമയം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ദില്ലിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലക്കർ പതാക ഉയർത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരേഡ് ഗവർണർ പരിശോധിച്ചു. തുടർന്ന് പരേഡുകൾ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചു. വ്യോമസേനയിൽ നിന്നുള്ള വികാസ് വസിഷ്ഠിന്റെ നേതൃത്വത്തിലാണ് പരേഡുകൾ അണിനിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരും MLA മാരും സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. വിവിധ ജില്ലകളിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരുന്നു പതാക ഉയർത്തിയത്. അതേസമയം രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് രാവിലെ കർത്തവ്യപഥിൽ നടക്കും. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധ സ്മാരകത്തിൽ എത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പിന്നീട് പരേഡിന് സാക്ഷിയാകാൻ കർത്തവ്യപഥിൽ എത്തുകയും ചെയ്തു. 10:30 ശേഷമാണ് സൈനിക ശക്തിയും സാംസ്കാരിക ശക്തിയും വിളിച്ചോതുന്ന പരേഡ് നടന്നത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് മുഖ്യാതിഥികളായിരുന്നത്. കേരളത്തിന്റെ അടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരന്നു. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചിൻ വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത്. ആഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് ദില്ലിയിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പോലീസ് സേനകളെ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ പോലീസ് സർവീസ് രൂപീകരിക്കുന്നു. ബ്രിട്ടീഷ് FBI എന്ന് വിളിക്കപ്പെടാവുന്ന തരത്തിലാണ് പുതിയ സർവീസ് വരുന്നത്.
സംഘടിത കുറ്റകൃത്യങ്ങൾ മുതൽ തീവ്രവാദം, തട്ടിപ്പ്, ഓൺലൈൻ കുട്ടിപ്പീഡനം വരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ ഈ സംഘം അന്വേഷണം നടത്തും. തിങ്കളാഴ്ച ഹോം ഓഫീസ് പ്രഖ്യാപിക്കുന്ന ധവളപത്രത്തിലാണ് പുതിയ സംഘത്തെ അണിനിരത്തുന്നത്. ഇതോടെ തട്ടിപ്പ്, ക്രിമിനൽ സംഘങ്ങൾ, രാജ്യത്ത് നടത്തേണ്ട തീവ്രവാദ അന്വേഷണങ്ങൾ എന്നിവ നാഷണൽ ക്രൈം ഏജൻസിയും പ്രാദേശിക ക്രൈം യൂണിറ്റും സംയുക്തമായി അന്വേഷിക്കുന്ന രീതികളും അവസാനിക്കും. ഇതിനു പകരം ലോകോത്തരമായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ നാഷണൽ പോലീസ് സർവീസിനെ ഇറക്കുകയാണ് ചെയ്യുക. ഇതോടെ ലോക്കൽ പോലീസും ഓഫീസർമാരുടെ സേവനങ്ങൾ ഗുരുതരമല്ലാത്ത, കുറഞ്ഞ സങ്കീർണതയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം നൽകും. ഷോപ്പ് മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റങ്ങളും ഉൾപ്പെടെ ലോക്കൽ സേനകൾ അന്വേഷിക്കുവാനും നടപടിയെടുക്കുവാനും കഴിയും. 1960-കൾക്ക് ശേഷമുള്ള വമ്പൻ നടപടിയിൽ 43 പോലീസ് സേനകൾക്കിടയിൽ ലയനങ്ങൾ അരങ്ങേറും. എത്ര പോലീസ് സേനകൾ ബാക്കിയുണ്ടാകുമെന്ന് നിലവിൽ ഉറപ്പായിട്ടില്ല എങ്കിലും 10 സേനകളായി ചുരുങ്ങുമെന്നാണ് കരുതുന്നത്. കൊലപാതകം, സംഘടിത കുറ്റകൃത്യങ്ങൾ പോലുള്ള കേസുകൾ പുതിയ റീജിയണൽ സേനകളായിരിക്കും സങ്കീർണമായ അന്വേഷണങ്ങൾ നടത്തുക. കൂടാതെ നിലവിൽ തലവേദനയായി മാറിയ ഷോപ്പിംഗ്, ലിഫ്റ്റിംഗ്, മൊബൈൽ മോഷണം, സാമൂഹ്യ വിരുദ്ധമായ പെരുമാറ്റം പോലുള്ള വിഷയങ്ങളും ലോക്കൽ പോലീസിംഗ് മേഖലകൾ സൃഷ്ടിക്കുമെന്നാണ് സൂചന. ഈ ലയനങ്ങൾ വഴി പോലീസിന്റെ പ്രാദേശിക പ്രവർത്തനം ഊർജിതമാക്കാനുള്ള ഫണ്ട് ലഭിക്കുമെന്നാണ് ഹോം ഓഫീസിന്റെ വിശ്വാസം. ബ്രിട്ടനിലേക്ക് താരിഫ് ഇല്ലാതെ ഇറക്കുമതി ചെയ്യാവുന്ന വിദേശ സ്റ്റീലിന്റെ അളവ് കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നു. ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ലോക വിപണിയിലേക്കുള്ള അമിത സ്റ്റീൽ ഇറക്കുമതിയും യുഎസിന്റെ താരിഫ് ഭീഷണികൾക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം. നിലവിലെ ഇറക്കുമതി പരിധി കടന്നാൽ 25% നികുതി ഈടാക്കുന്ന സംവിധാനം പുനഃസംഘടിപ്പിക്കാനാണ് ചർച്ച. ഏപ്രിൽ പ്രഖ്യാപനം ഉണ്ടാകാനും ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നടപ്പാക്കാനുമാണ് സാധ്യത. 2018-ൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീലിന് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയതോടെ യുഎസ് വിപണി അടയ്ക്കുകയും വിലക്കുറവിലുള്ള സ്റ്റീൽ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിപണികളിലേക്ക് ഒഴുകുകയായിരുന്നു. ഇതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനും കാനഡയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ബ്രെക്സിറ്റിന് ശേഷം യുകെയും ഈ രീതി സ്വീകരിച്ചുവെങ്കിലും അവ ജൂണിൽ കാലാവധി തീരും. WTO നിയമങ്ങൾ കാരണം ഇത് വീണ്ടും നീട്ടാൻ കഴിയില്ല. അതേസമയം യൂറോപ്യൻ യൂണിയൻ 50% നികുതി കുറവും താരിഫ് കുറവും പ്രഖ്യാപിച്ചതോടെ UK സ്റ്റീൽ വ്യവസായത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഈ രീതി തുടർന്നാൽ വിലക്കുറവുള്ള സ്റ്റീൽ രാജ്യത്തെത്തുമെന്നും അത് ആഭ്യന്തര വ്യവസായത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും സ്റ്റീൽ മേഖല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടാറ്റ സ്റ്റീൽ, UK അടക്കമുള്ള കമ്പനികൾ നിലവിലെ ക്വോട്ടുകളുടെ വളരെ ഉദാരമാണെന്നും യഥാർത്ഥ ആവശ്യത്തിനനുസരിച്ചുള്ള കർശന പരിധികൾ വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ചില സ്റ്റീൽ ഉപഭോക്തൃ കമ്പനികൾക്ക് ഇറക്കുമതി പരിധി കുറച്ചാൽ വില ഉയരുമെന്നും ചില മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനം മതിയാകില്ലെന്നും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നും സ്റ്റീൽ വ്യവസായത്തിനായി ഈ വർഷം ദീർഘകാല നയം പ്രഖ്യാപിക്കുമെന്നും സർക്കാർ അറിയിച്ചു. ഇംഗ്ലണ്ടിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് കേൾവി പരിശോധന, സംസാര ഭാഷാ ചികിത്സ, വൈകല്യ പിന്തുണ തുടങ്ങിയ NHS സാമൂഹ്യ സേവനങ്ങൾ ലഭിക്കാൻ 1 വർഷത്തിലേറെ കാത്തിരിക്കേണ്ടി വരുന്നതായി BBC റിപ്പോർട്ട്. നിലവിൽ ഏകദേശം 3 ലക്ഷം കുട്ടികൾ കാത്തിരിപ്പിലുണ്ട് എന്നും ഇതിന് 4-1 പേർക്ക് 12 മാസത്തിലധികം കാത്തിരിക്കേണ്ടി വന്നതായെന്നും പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ കുട്ടികളുടെ ദീർഘകാല കാത്തിരിപ്പുകൾ 6 മടങ്ങായാണ് വർദ്ധിച്ചത്. ഈ വൈകല്യങ്ങൾ കുട്ടികളുടെ ആരോഗ്യത്തെയും വളർച്ചയെയും ഗുരുതരമായി ബാധിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ലണ്ടൻ സ്വദേശിയായ ടിയ കറിയുടെ 6 വയസ്സുള്ള മകൻ അരുണിന് സംസാര വൈകല്യം ഉണ്ടായിരുന്നുവെങ്കിലും വെയിറ്റിംഗ് ലിസ്റ്റുകൾക്കു മീതെ വെയിറ്റിംഗ് ലിസ്റ്റുകളാണ് ലഭിച്ചതെന്നും അവർ വേദനയോടെ വെളിപ്പെടുത്തുന്നുണ്ട്. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 4000 പൗണ്ട് ചെലവിട്ട് സ്വകാര്യമായ ചികിത്സ തേടേണ്ടി വന്നു. അതിനുശേഷമാണ് കുട്ടിക്ക് ഡെവലപ്മെന്റൽ ലാംഗ്വേജ് ഡിസോർഡർ സ്ഥിരീകരിച്ചത്. നേരത്തെ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ കുട്ടിക്ക് വലിയ പുരോഗതി ഉണ്ടാകുമായിരുന്നു എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ് എന്നും നിരവധി കുട്ടികൾ നിർണായക വളർച്ചാക്കാലം നഷ്ടപ്പെടുത്തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. NHS നേതാക്കളും ശിശുരോഗ വിദഗ്ധരും സാമൂഹ്യാരോഗ്യ മേഖലയിലെ സാമ്പത്തിക പരിമിതികളുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിമർശനമുയരുന്നത്. ആശുപത്രി ബാക്ക്ലോഗിന് നൽകിയതുപോലെ തന്നെ മുൻഗണന കുട്ടികളുടെ സേവനത്തിന് നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആശുപത്രികളിലെ പോലെ 18 ആഴ്ച ലക്ഷ്യം സാമൂഹ്യാരോഗ്യ സേവനങ്ങൾക്ക് നടപ്പാക്കുമെന്നും 10 വർഷത്തെ NHS പദ്ധതിയിലൂടെ കൂടുതൽ നിക്ഷേപം ഉറപ്പാക്കുമെന്നുമാണ് വിമർശനങ്ങളോട് സർക്കാർ പ്രതികരിച്ചത്. വെസ്റ്റ് ലണ്ടനിലുള്ള HMB ഓംബുഡ്സ് ക്ലബ്സ് ജയിലിൽ നടന്ന പ്രതിഷേധത്തിനിടെ 86 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പലസ്തീൻ ആക്ഷൻ പ്രവർത്തകനായ ഒരു തടവുകാരൻ നടത്തിയ ഉപവാസ സമരത്തിന് പിന്തുണയായി എത്തിയവരാണ് ജയിലിന്റെ പരിസരത്ത് അനുമതിയില്ലാതെ പ്രവേശിച്ചതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു. സ്ഥലത്ത് നിന്നും മാറാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിഷേധക്കാർ അതിന് തയ്യാറായില്ല എന്നും ജയിൽ ജീവനക്കാർ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് തടഞ്ഞുവെന്നും പോലീസ് പറഞ്ഞു. ചിലർ ജയിലിൽ ജീവനക്കാരുടെ പ്രവേശന കവാടത്തിലൂടെ കെട്ടിടത്തിന് അകത്തേക്ക് കടന്നതായും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ
ജയിലിന്റെ പുറത്ത് മുദ്രാവാക്യം വിളിച്ചും ബോർഡുകൾ പിടിച്ചും പ്രതിഷേധിക്കുന്നവരെ കാണാം. ചില ദൃശ്യങ്ങളിൽ പ്രതിഷേധക്കാർ കെട്ടിടത്തിനകത്ത് വ്യക്തമാവുന്നു. സംഭവം ഗൗരവകരമാണ് എന്നും നീതിന്യായ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. സമാധാനപരമായ പ്രതിഷേധത്തിന് അവകാശമുണ്ട് എങ്കിലും അനധികൃത പ്രവേശനവും ഭീഷണിയും അംഗീകരിക്കാൻ കഴിയില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജയിൽ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയും ഉണ്ടായില്ല എന്നും ഉപവാസത്തിലിരിക്കുന്ന തടവുകാരെ ഡോക്ടർമാരുടെ നിരന്തര പരിശോധനയിലും ചികിത്സയിലും ഉൾപ്പെടുത്തി കൈകാര്യം ചെയ്യുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിസൺസ് ഫോർ പാലസ്തീൻ ക്യാമ്പയിന്റെ ഭാഗമായി ഉപവാസ സമരത്തിൽ തുടരുന്ന ഉമർ ഖാലിന് പിന്തുണയുമായാണ് പ്രതിഷേധം നടത്തപ്പെട്ടത്. വെള്ളിയാഴ്ച മുതൽ ആഞ്ഞടിച്ച ഇംഗ്രിഡ് കൊടുങ്കാറ്റ് പ്രഭാവം ഈ ആഴ്ച തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ചേർന്നാണ് ദുരിതം വിതയ്ക്കുകയെന്ന് റിപ്പോർട്ട്. കൊടുങ്കാറ്റ് ഇതിനകം ബ്രിട്ടനിൽ 60 മൈൽ വേഗത്തിലുള്ള കാറ്റിനാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. ഒപ്പം വെള്ളപ്പൊക്ക അലർട്ടുകളും റെയിൽ ലൈനുകളും അടച്ചിടാൻ കാരണമായി. സൗത്ത് വെസ്റ്റ് മേഖലയിലാണ് നാശം വിതയ്ക്കാൻ ഇംഗ്രിഡ് കൊടുങ്കാറ്റ് വഴിയൊരുക്കിയത്. ഇതിനിടെ ഡിവോണിലെ ചരിത്രപരമായ പിയറിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. വെള്ളിയാഴ്ച രാത്രിയിൽ ശക്തമായ മഴയും തിരമാലകളുമാണ് ഇത് അപ്രത്യക്ഷമായത്. മഴ നിറഞ്ഞ കാലാവസ്ഥയിൽ വീക്കെൻഡുകൾ ഉടനീളം തുടരുകയും അടുത്ത ആഴ്ചയിലേക്ക് കടക്കുകയും ചെയ്യും. സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ വിവിധ ഭാഗങ്ങൾ ശക്തമായ മഴയെ തുടർന്ന് മഞ്ഞ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സോമർസെറ്റ്, ഡിവോൺ, കോൺവാൾ എന്നിവിടങ്ങൾക്ക് പുറമെ സൗത്ത് വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലും വ്യത്യസ്ത മുന്നറിയിപ്പുകൾ നിലവിലുണ്ട്. സൗത്ത് വെസ്റ്റിലെ ചില ഭാഗങ്ങളിൽ 20 മുതൽ 40 mm വരെ മഴയ്ക്കാണ് സാധ്യതയെന്നും മെറ്റ് ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങൾ മഴ പെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ഗൊറൈറ്റി കൊടുങ്കാറ്റ് നാശം വിതച്ച മേഖലകൾ വീണ്ടും ദുരിതം എത്തിക്കാൻ ഇംഗ്രിഡ് കൊടുങ്കാറ്റ് വഴിയൊരുക്കും. അതേസമയം മുൻ കൊടുങ്കാറ്റിന്റെ അത്ര തീവ്രത പുതിയ കൊടുങ്കാറ്റിന് ഇല്ല എന്നത് ആശ്വാസകരം. ജനുവരിയിലെ മോശം കാലാവസ്ഥ ഈ മാസം ഉടനീളം തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. അടുത്ത ആഴ്ചയോടെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾ മഞ്ഞ് വീഴുമെന്നാണ് കരുതുന്നത്. കൊടുങ്കാറ്റ് മൂലം സൃഷ്ടിക്കപ്പെടുന്ന മാറ്റങ്ങൾ പലപ്പോഴും വ്യക്തമാവുന്നില്ല എന്നും മെറ്റ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ-US വ്യാപാര കരാർ തീരുമാനമാകാതെ തുടരുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ എന്നിവർക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള US സെനറ്ററുടെ ഓഡിയോ ടേപ്പ് പുറത്ത്. ടെക്സസിൽ നിന്നുമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ടെൻ ക്രൂസിന്റെ വാക്കുകളാണ് പുറത്തെത്തിയിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റോളം ദൈർഘ്യമുള്ളതാണ് ഓഡിയോ ടേപ്പ് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2025 മധ്യത്തിൽ സ്വകാര്യ സംഭാവന ദാതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിൽ നിന്നുമുള്ളതാണ് ക്രൂസിന്റെ പരാമർശങ്ങളെന്നാണ് വിവരം. ഓഡിയോയിൽ US-ന്റെ താരിഫ് കേന്ദ്രീകൃതമായ വ്യാപാര നയത്തെയും രൂക്ഷമായി വിമർശിക്കുന്ന ക്രൂയിസ്, ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുമുള്ള എതിർപ്പ് ഇന്ത്യ-US വ്യാപാര കരാറിന്റെ പുരോഗതിയെ തുടർച്ചയായി തടസ്സപ്പെടുത്തിയെന്നും ആരോപിക്കുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര വക്താവായ റിപ്പബ്ലിക്കൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ക്രൂസ്, കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വൈറ്റ് ഹൌസുമായി പോരാടിയെന്നും ഓഡിയോയിൽ അവകാശപ്പെട്ടു. വ്യാപാര കരാർ നിലവിൽ വരാനുള്ള ശ്രമങ്ങൾക്ക് ട്രംപ് ഭരണകൂടത്തിൽ നിന്നുള്ള തടസ്സം സൃഷ്ടിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് നവാരോ, വാൻസ് ചിലപ്പോഴൊക്കെ പ്രസിഡന്റ് തന്നെയായിരുന്നു എന്നായിരുന്നു ക്രൂയിസിന്റെ മറുപടി. ട്രംപിന്റെ താരിഫ് ചുമത്തൽ നയം US-ന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ഗുരുതര രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും ഓഡിയോയിൽ ക്രൂയിസ് പറയുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാകുന്നതായി പുതിയ സർവേ ഫലം. 2024 ട്രംപിനെ പിന്തുണച്ചിരുന്ന യുവാക്കൾ, വെള്ളക്കാരല്ലാത്തവർ, രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത വോട്ടർമാർ എന്നിവർക്കിടയിലാണ് പ്രധാനമായും പിന്തുണ കുറയുന്നത്. ജനപ്രതിനിധി കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമായി രാഷ്ട്രീയ തന്ത്രജ്ഞൻ പാട്രിക് റഫീനി ചൂണ്ടിക്കാട്ടുന്നത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവാണ്. സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. വെള്ളക്കാരായ തൊഴിലാളികൾക്കിടയിൽ ട്രംപിന് ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട്. എന്നാൽ ലാറ്റിനോ, ഏഷ്യൻ വംശജരായ യുവാക്കൾക്കിടയിൽ മുമ്പുണ്ടായിരുന്ന ആവേശം ഇപ്പോൾ കുറഞ്ഞു. ഏറ്റവും പുതിയ ന്യൂയോർക്ക് ടൈംസ് സീന പോൾ അനുസരിച്ച് ലാറ്റിൻ വോട്ടർമാർക്കിടയിൽ ഡെമോക്രാറ്റുകൾക്ക് ഇപ്പോൾ 16 പോയിന്റ് മുന്നിലാണ്. 2024 ട്രംപ് ഈ വോട്ടർമാർക്കിടയിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. 2026 ഇടക്കാല തിരഞ്ഞെടുപ്പിലും 2028 പൊതു തെരഞ്ഞെടുപ്പിലും ഈ മാറ്റങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായേക്കാം. കുടിയേറ്റ നയങ്ങളെക്കാൾ കൂടുതൽ വോട്ടർമാർ വിലക്കയറ്റത്തെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയുമാണ് ഗൗരവമായി കാണുന്നത് എന്നാണ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ഓപ്പറേഷൻ സദേൺ സ്പിയർ എന്ന പേരിൽ നടത്തിയ ലഹരിക്കടത്ത് ദൗത്യത്തിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യം പസഫിക് സമുദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൂടി കൊല്ലപ്പെട്ടു. US സദേൺ കമാൻഡിന് കീഴിലുള്ള ജോയിന്റ് ടാസ്ക് ഫോഴ്സ് സദേൺ സ്പിയർ ആണ് പസഫിക് സമുദ്രത്തിന്റെ ലഹരിക്കടത്ത് സംഘത്തിന്റെ ബോട്ട് ലക്ഷ്യമിട്ട് മാരകമായ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ബോട്ടിലുണ്ടായിരുന്ന 2 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ രക്ഷപ്പെട്ടതായും ഇയാൾക്കായി US കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ തുടരുകയാണ് എന്നും അധികൃതർ അറിയിച്ചു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം നടന്നതെന്നാണ് സദേൺ കമാൻഡ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയത്.
ലഹരികടത്ത് നടത്തുന്ന നിയുക്ത ഭീകര സംഘടനകളെ നേരിടാനാണ് ഈ ദൗത്യം ലക്ഷ്യമിടുന്നത്. ഈ ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം ഇതുവരെ വിവിധ ആക്രമണങ്ങളിലായി ഏകദേശം 117 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ തീരങ്ങളിൽ ലഹരി മരുന്നെത്തുന്നത് തടയാൻ സമുദ്ര മേഖലകൾ കൂടുതൽ കർശനമായ സൈനിക നടപടികൾ തുടരുമെന്നും ട്രംപ് ഭരണകൂടം ആവർത്തിച്ചു. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭരണ കവർച്ചകളിലൊന്നായ പ്രദേശൻ നെലോൺ പ്രസിലെ ഫ്ലോറിനെ 2025 ഡിസംബറിൽ ഇക്വഡോറിലെ അമേരിക്ക നാടുകടത്തിയതായി റിപ്പോർട്ട്. ഇതോടെ 2022 ജൂലൈയിലെ ബ്രിക്സ് കമ്പനിയുടെ ആർമട്രിക്കിൽ $100 മില്യൺ മൂല്യമുള്ള വജ്രങ്ങൾ, മരതകം, സ്വർണം, മാണിക്യം, ആഡംബര വാച്ചുകൾ എന്നിവ കവർന്നെന്ന കേസിൽ വിചാരണ ഒഴിവാക്കി ഫ്ലോറിസ് സ്വതന്ത്രനായെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രതി അമേരിക്കയിൽ നിന്നും പുറത്തായതോടെ ക്രിമിനൽ നടപടികളിൽ നിന്നും രക്ഷപ്പെട്ടത് സിസ്റ്റത്തിലെ ഗുരുതരമായ പോരായ്മ പുറത്തുകൊണ്ടുവരുന്നതായും വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ വർഷം US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഫ്ലോറൻസിനെതിരെ മറ്റ് 6 പേരോടൊപ്പം കവർച്ചയിൽ പങ്കുണ്ട് എന്നാരോപിച്ച് കുറ്റം ചുമത്തിയിരുന്നു. മർഡർ ട്രക്ക് പിന്തുടർന്ന പ്രത്യേക കുറ്റവും ഫ്ലോറൻസിനെതിരെ ചുമത്തിയിരുന്നു. കുറ്റം തെളിഞ്ഞാൽ 15 വർഷം വരെ ഫെഡറൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ 2025 ജൂണിൽ നടന്ന ആദ്യ കോടതി ഹാജരിൽ ഫ്ലോറിസ് കുറ്റം നിഷേധിച്ചിരുന്നു. കോടതി രേഖകൾ പ്രകാരം ഓഗസ്റ്റിൽ ഫ്ലോറിസിന് ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലേക്ക് ഡിറ്റൈനർ അടിസ്ഥാനത്തിൽ കൈമാറിയതായും CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2025 സെപ്റ്റംബർ 2 കൈമാറിയ നോട്ടീസ് ലഭിക്കുന്നത് വരെ ഇമിഗ്രേഷൻ ഡിറ്റൈനറിനെ കുറിച്ച് തങ്ങൾക്ക് അറിവില്ലായിരുന്നുവെന്നും ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ICE രേഖകൾ അനുസരിച്ച് 2025 മാർച്ച് 4 വരെ ഫ്ലോറസ് നിയമപരമായ സ്ഥിര താമസക്കാരനായിരുന്നു. സ്വമേധയാ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2025 ഡിസംബർ 29 ഫ്ലോറസിനെ ഇക്വഡോറിലേക്ക് നാടുകടത്തിയത്. പ്രോസിക്യൂട്ടർമാർക്ക് അറിയാതെ പ്രതിയെ ഇമിഗ്രേഷൻ കസ്റ്റഡിയിൽ എടുത്തതായും അവിടെ അദ്ദേഹത്തിന് 2 വഴികൾ ഉണ്ടായിരുന്നു എന്നതും കോടതി രേഖകളിൽ US അറ്റോർണി ഓഫീസ് വ്യക്തമാക്കുന്നു. സ്ഥിര താമസ പദവി ഉറപ്പാക്കിയ ക്രിമിനൽ കേസ് നേരിട്ട് ദീർഘകാല ശിക്ഷയും തുടർന്ന് നാടുകടത്തലും ഏറ്റുവാങ്ങുകയോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അവകാശങ്ങൾ ഉപേക്ഷിച്ച് സ്വയം നാടുകടത്തലിന് തയ്യാറായാൽ ക്രിമിനൽ നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യുകയായിരുന്നു വഴികൾ. അതിൽ രണ്ടാമത്തെ വഴിയെ ഫ്ലോറൻസ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഡിസംബർ 16 നടന്ന ഇമിഗ്രേഷൻ ഹിയറിംഗ് ഫ്ലോറൻസ് നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നുവെങ്കിലും പിന്നീട് ആരോപണങ്ങൾ സംബന്ധിച്ച് ചിലിയിലേക്ക് നാടുകടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവസാനം ഇക്വഡോറിലേക്കാണ് നാടുകടത്തപ്പെട്ടത്. ഫ്ലോറൻസിന്റെ അഭിഭാഷകൻ ജോൺ ഡി റോബർട്ട്സൺ 2026 ജനുവരി ആദ്യവാരത്തിലാണ് നാടുകടത്തൽ വിവരം അറിഞ്ഞത്. ജനുവരി 8 അദ്ദേഹം കേസ് കൈകാര്യം ചെയ്യുന്ന US അറ്റോർണിയെ ഇമെയിൽ വഴി അറിയിക്കുകയും അടുത്ത ദിവസം കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിക്കുകയും ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 125.09 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.15 യൂറോ, 1 US ഡോളർ 91.57 ഇന്ത്യൻ രൂപ, 1 യൂറോ 107.74 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.37 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 66.40 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ആശംസകൾ നേർന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരും സുഹൃത്തുക്കളും പങ്കാളികളുമാണ് എന്ന് ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം വിശേഷിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളെയും പ്രതീകാത്മകമായി ഒന്നിച്ചു നൃത്തം ചെയ്യുന്ന ഡ്രാഗണും ആനയും എന്ന് മുൻപ് പലതവണ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം റിപ്പബ്ലിക് ദിന ആശംസയിൽ അദ്ദേഹം വീണ്ടും പരാമർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കണമെന്നും നയതന്ത്ര ബന്ധത്തിൽ സ്ഥിരത കൈവരിക്കുന്നതിനായി പരസ്പരമുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 2020 ഗാൽവൻ വാലി അതിർത്തി സംഘർഷത്തെ തുടർന്ന് 4 വർഷത്തോളമായി വഷളായിരുന്ന ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിലാണ് ഷീ ജിൻപിങ്ങിന്റെ റിപ്പബ്ലിക് ദിന ആശംസ. 2024 ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിൽ പുരോഗതിക്ക് വഴി തുറന്നത്. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. കിഷ്ത്വാറിലെ സിംഗ്പോർ മേഖലയിലാണ് 3 ഭീകരരെ സൈന്യം വളഞ്ഞത്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് അതിർത്തി മേഖലകൾ സുരക്ഷാ വിന്യാസവും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്നും തുടർന്ന് സൈന്യം പ്രദേശം വളഞ്ഞു. നിലവിൽ സൈന്യത്തിന്റെ പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ സൈനികരാണ് ഈ മേഖലയിൽ ഊർജിതമായി തിരച്ചിൽ നടത്തുന്നത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട ഭീകരരാണ് ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഭീകരർക്ക് പ്രദേശം വിട്ടു പോകാൻ കഴിയാത്ത രീതിയിൽ എല്ലാ വഴികളും പഴുതടച്ച പരിശോധനയാണ് സൈന്യം നടത്തുന്നത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ കൂടുതൽ വിശദാംശങ്ങൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല.
നിലവിലെ സൈനികരുടെ ഭാഗത്തോ പരിക്കുകളോ മറ്റു നാശനഷ്ടങ്ങളോ ഉള്ളതായി റിപ്പോർട്ടുകളില്ല. ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം മാത്രമേ സംഭവത്തെക്കുറിച്ച് സൈന്യത്തിലെ ഔദ്യോഗിക വിശദീകരണം ലഭ്യമാവുകയുള്ളൂ എന്നും മേഖലയിൽ ഇപ്പോഴും ശക്തമായ തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നും അധികൃതർ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രേഖപ്പെടുത്തിയ മൊഴികളുടെ പകർപ്പ് SIT EDക്ക് കൈമാറും. പ്രതികളുടെ മൊഴികളും സാക്ഷിമൊഴികളുമാണ് നൽകുക. നാളെ ED ഉദ്യോഗസ്ഥർ SIT ഓഫീസിലെത്തി ചർച്ച നടത്തും. രേഖകൾ പരിശോധിച്ച ശേഷം ആവശ്യമായവ കൈമാറും. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ ED റെയ്ഡിന് മുൻപേ ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ നൽകാതിരുന്നതിനാൽ മറ്റൊരു നിയമതർക്കമാകുമെന്ന വിലയിരുത്തൽ. തർക്കം ഒഴിവാക്കാൻ തീരുമാനിച്ചതായും SIT മേധാവി H. വെങ്കടേഷ് അറിയിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MP CPM-ലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി മുതിർന്ന പാർട്ടി നേതാവ് K. മുരളീധരൻ. ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഒരു നേതാവ് CPM എന്ന മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ലെന്നും K. മുരളീധരൻ. ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിൽ തരൂർ ചേരുമെന്ന് പറയുന്നത് ഏപ്രിൽ ഫൂൾ ദിനത്തിൽ മാത്രം പറയാൻ പറ്റുന്ന തമാശയാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ തരൂരിന് ചില അസംതൃപ്തികൾ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്തതിൽ തരൂരിന് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇത് രാഹുൽ ഗാന്ധിയുടെ തെറ്റല്ലെന്നും രാഹുലിന് നൽകിയ ലിസ്റ്റിൽ അദ്ദേഹം വായിക്കുക മാത്രമാണ് ചെയ്തതെന്നും തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും മുരളീധരൻ വിശദീകരിച്ചു. ഈ വിഷയത്തിൽ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ശശി തരൂരുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കുമെന്ന് കരുതുന്നു എന്നും മുരളീധരൻ പറഞ്ഞു. തരൂർ ഒരു പൂർണ്ണ സമമായ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചേക്കാം. ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ നിന്നും തന്നെ പോലെയുള്ള നേതാക്കളെ ഒഴിവാക്കിയിട്ടും താൻ പരാതി പറയാത്തത് പാർട്ടി ഇപ്പോൾ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നത് കൊണ്ടാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നും പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങി വിജയിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ വിജയത്തിനായി ശശി തരൂരിന്റെ സേവനം അത്യാവശ്യമാണ് എന്നും K. മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ കോൺഗ്രസിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നും പാർട്ടിയുടെ വിജയത്തിനായി സജീവമായി പ്രവർത്തിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇനി സ്പോർട്സ്. പരിക്കേറ്റ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി T20 ലോകകപ്പിൽ ഇടം നേടാൻ റിയാൻ പരാഗ്. താരത്തിനോട് തയ്യാറായി നിൽക്കാൻ BCCI ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. സുന്ദറിന് ന്യൂസിലൻഡിനെതിരായുള്ള T20-യിൽ വിശ്രമം അനുവദിച്ചിരുന്നുവെങ്കിലും പരിക്ക് ഭേദമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ടീം ഇന്ത്യ മറ്റൊരു ഓപ്ഷൻ തേടുന്നത്. തോളിനേറ്റ പരിക്കിൽ ചികിത്സയിലായിരുന്ന പരാഗ് ഇപ്പോൾ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട്. ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലും കളിച്ചിരുന്നു. പരാഗിനെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും തീരുമാനം. കഴിഞ്ഞ സീസണിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അഭാവത്തിൽ പരാഗ് രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിരുന്നു. 166 സ്ട്രൈക്കേഴ്സ് റേറ്റിൽ 393 റൺസാണ് താരം നേടിയത്. ഈ സീസണിൽ രവീന്ദ്ര ജഡേജ ക്യാപ്റ്റനായില്ല എങ്കിലും പരാഗിന് തന്നെയാണ് നറുക്കുവീഴുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം ഇന്ന് 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി ധീര സൈനികർക്ക് ആദരമർപ്പിച്ചു. സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലക്കർ പതാക ഉയർത്തി. വിവിധ സേനകൾ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിച്ചു. പരേഡുകൾ അണിനിരുന്നത് വ്യോമസേനയിൽ നിന്നുമുള്ള വികാസ് വസിഷ്ഠിന്റെ നേതൃത്വത്തിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളുടെ മന്ത്രിമാരും നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ആശംസകൾ നേർന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരും സുഹൃത്തുക്കളും പങ്കാളികളുമാണെന്ന് ചൈനീസ് പ്രസിഡന്റ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ആശങ്കകൾ പരിഹരിക്കണമെന്ന് ഷീ ജിൻപിങ്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പോലീസ് സേനകളെ പരിഷ്കരിക്കുന്നതിനായി നാഷണൽ പോലീസ് സർവീസ് രൂപീകരിക്കുന്നു. സംഘടിത കുറ്റകൃത്യങ്ങൾ മുതൽ തീവ്രവാദം, തട്ടിപ്പ്, ഓൺലൈൻ കുട്ടിപീഡനം വരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ സംഘം അന്വേഷണം നടത്തും. ലോകോത്തരമായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ദേശീയ തലത്തിൽ അന്വേഷണം നടത്താൻ നാഷണൽ പോലീസ് സർവീസിനെ ഉപയോഗിക്കും. അമേരിക്കയുടെ താരിഫ് ഭീഷണിക്ക് തിരിച്ചടി നൽകിയ ബ്രിട്ടനിലേക്ക് താരിഫ് ഇല്ലാതെ ഇറക്കുമതി ചെയ്യാവുന്ന വിദേശ സ്റ്റീലിന്റെ അളവ് കുറയ്ക്കാൻ സർക്കാർ നീക്കം. നടപടി ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ലോക വിപണിയിലേക്കുള്ള അമിത സ്റ്റീൽ ഇറക്കുമതിയും യുഎസിന്റെ താരിഫ് ഭീഷണിയും വർദ്ധിച്ച സാഹചര്യത്തിൽ ജൂലൈ 1 മുതൽ പുതിയ സംവിധാനം നടപ്പാക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ എന്നിവർക്കെതിരെ വിമർശനവുമായി US സെനറ്ററുടെ ഓഡിയോ ടേപ്പ് പുറത്ത്. വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ടെക്സാസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി ടെസ് ക്രോസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടാവുന്നതായി പുതിയ സർവേ ഫലങ്ങൾ. പിന്തുണ കുറയുന്നത്. 2024 ട്രംപിനെ പിന്തുണച്ചിരുന്ന യുവാക്കൾ
വെള്ളക്കാരല്ലാത്തവർ, രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത വോട്ടർമാർ എന്നിവർക്കിടയിൽ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ജനപ്രീതി ഇടിയാൻ കാരണം വർദ്ധിച്ചു വരുന്ന ജീവിതത്തിലും സാമ്പത്തിക പ്രതിസന്ധിയും. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ 3 ഭീകരരെ സൈന്യം പിടികൂടി. അതിർത്തി മേഖലകളിൽ സുരക്ഷാ വിന്യാസവും നിരീക്ഷണവും ശക്തമാക്കി. പാരാ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പിടികൂടിയ ഭീകരർ ജയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ. മേഖലയിൽ ശക്തമായ തിരിച്ചൽ തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികളുടെ പകർപ്പ് SIT EDക്ക് കൈമാറും. രേഖകൾ പരിശോധിച്ച ശേഷം ആവശ്യമായവ നാളെ ED ഉദ്യോഗസ്ഥർക്കും SITക്ക് കൈമാറും. രേഖകൾ EDക്ക് നൽകാതിരുന്നാൽ നിയമതർക്കമാകുമെന്നാണ് വിലയിരുത്തൽ. തർക്കം ഒഴിവാക്കാൻ തീരുമാനിച്ചതായി SIT മേധാവി H വെങ്കടേഷ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.